നമ്മളിന്ന് വന്നിരിക്കുന്നത് ശ്രീലങ്കൻ്റെ രണ്ടാമത്തെ കല്യാണത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തെ കല്യാണമാണ്. നമ്മൾ കണ്ടിട്ട് കുറേ നാളായി, നമുക്കറിയാം. നമ്മൾ ഒരു വർഷമായില്ലേ, അതിനിടയിൽ കുറേ വ്ളോഗുകൾ എടുത്തിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ നിൽക്കുകയാണ് നമ്മളിപ്പോൾ. നമുക്ക് ഇന്നത്തെ വെഡിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാറുണ്ട്. ഓരോരുത്തരൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി തന്നെ റൂം എടുക്കുക. അവിടെ അപ്പുറത്ത് റൂം എടുക്കുക. ഇത് വേണ്ട, അത് ഇത് വേണ്ട. കേക്ക് കേക്ക് എനിക്ക് അൽബൂരി മതി. ഒരു അൽബൂരി മേടിച്ചാടാ. എന്തോടാ അൽബൂരി ഇല്ലേ വേണമെങ്കിൽ അത് ചായ. മഴ ചായ എന്താ ബെൻസില്ല. രാവിലെ തന്നെ എടുത്തിട്ട് മഴയാണ് ഗായ്സ്. ചത്ത പോലെയാണ് തുറന്നു വരാം. ഉറക്കത്തിൽ നിന്ന് പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്നുണ്ട് അടുത്ത്. പിന്നെ വണ്ടി ഓടിച്ച് കൊറേ വണ്ടി ഓടിച്ചല്ലേ. സിനാന്റെ വണ്ടിയിലാണ്. നമ്മൾ റൂമിലോട്ട് ഫ്രഷ് അപ്പ് ആവാൻ പോവാണ്. കമന്നൊരു ദിവസം കമന്ന് കിടന്നു. നിങ്ങൾ ഏതൊക്കെ ഒന്ന് തീരുമാനിക്കും. ഞാൻ അന്നേരം പറഞ്ഞ ഒരു ഉടുപ്പ് മേടിക്കാതെ എനിക്ക് എന്തോ പറയാനുള്ള ഒരു നിമിഷത്തെ പറ്റി എങ്ങനെ ചെയ്യുമ്പോ ഈ കളർ ഒരു മുണ്ടും കൂടെ പെയർ ചെയ്തായിരുന്നു ഇന്നലെ. എന്നിട്ട് പറയാ അടിപൊളിയാ. ചേച്ചിക്ക് എന്ത് പറയാനുള്ള ചേട്ടനൊട്ടും അതിനെന്താ പറയുന്നത്, ഡ്രസ്സെൻസ് ഇല്ല. സൂപ്പർ. നല്ല കാര്യം പറയാ കാര്യം കേട്ടോ. ഇங்கே பாருங்கண்ணா ഫ്രഷപ്പായിട്ട് വന്നിട്ട് കാണാം ഗൈസ്. ഫ്രഷ് ആയിട്ട് വരട്ടെ. ഗൈസ് ഇപ്പൊ നടക്കുന്നത് മുണ്ടുടുപ്പീര് മത്സരമാണ് ഗൈസ്. ഇത് പിന്നെ റെഡി ആയപ്പോഴേ ഇതിൻ്റെ അകത്ത് രണ്ടുകൂടെ എപ്പോഴേ മുണ്ട് മാറി കൊടുക്കുന്നു, തിരിച്ചുകൊടുക്കുന്നു, പാൻറ് ഇടുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എണീച്ചു ആണോ? വാട എണീച്ച്. അങ്ങനെല്ലാം കണ്ട് റെഡി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി അമ്പലത്തിലോട്ട് പോവാണ്. പിന്നെ അമ്പലത്തിലുള്ള വിശേഷങ്ങളെ കാണാം. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്താണ്ട് ഇറങ്ങാണ്. ഓരോരുത്തരായിട്ടാണ്ട് വന്നു തുടങ്ങിയാണ്ടേ. ഓ ഗായ്സ്, നേരെ തൊട്ടാണ് അവൻ്റെ കല്യാണമെന്ന് അവൻ്റെ വിചാരം. കല്യാണച്ചർക്ക് ഞാനല്ല. ഇതാ കേട്ടോ കല്യാണ പെണ്ണ്. ഇതാട്ടോ കല്യാണ ചെറുക്കൻ. ഇത് കല്യാണ പെണ്ണ്. പൂ ഫ്രീ ആയിട്ട് എടുത്തിയ സിനിമോട്ട് ഇതന്നോട്ടോ കല്യാണ പെണ്ണ്. എന്നാ പറയത്തില്ലെന്നല്ലോ സീത കല്യാണ പെണ്ണ്. നെറ്റിപ്പട്ടോടൊക്കെ ഉണ്ടായിരുന്നേ കല്യാണം. അതെ സോറി, നെറ്റിച്ചുട്ടി. ഞാൻ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ സിനിമോഗ്രാഫറോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഞാൻ അൻവർ. ഇവൻ ഒരു മണ്ടൻ. കൈ പിടിച്ചടക്ക്. പോയി ഒരു ചെറിയ കല്യാണം കഴിച്ചിട്ട് വരെ.
നമ്മൾ അമ്പലത്തിലോട്ട് കയറുവാണ് ഗൈസ്. മാറി നടക്കാൻ അവനവിടെ നിന്ന് വീഡിയോ വെക്കാൻ. എല്ലാരും സുൽസ്മോക്കിയാ നോക്കണേ. അതിനും വേണം പിന്നെ കലാകാരൻ, പിന്നെ വലിയ കലാകാരനാ. നീ മുണ്ട് സെറ്റ് ആയിട്ടില്ല, കണക്കോ കുണക്കൊന്നും പറഞ്ഞാൽ നടക്കുന്നത്. നിന്റെ ഫേസ് വളരെ കുറച്ച് കാണിക്കാവുള്ളൂ. കഴിഞ്ഞ വീഡിയോക്ക് ഒത്തിരി ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര ആകാനില്ല, ആകെ 3 കമന്റ്. ആ 3 കമന്റിനകത്തും നിന്റെ ഫേസ് കൂടുതലാണെന്നുള്ള രീതിയിലാണ് അവർ കമന്റ് ഇട്ടേക്കുന്നത്. ആകെ 3 കമന്റേ ഉള്ളായിരുന്നു. നിങ്ങൾ കൂടെ താളൊന്നും വിടല്ലേ. എത്ര വ്ലോഗുകൾ അത് കഴിഞ്ഞാൽ എടുത്തേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. കിട്ടില്ല. സൂര്യൻ്റെ വെട്ടം കണ്ട, അവിടുന്ന് അടിക്കുന്ന സൂര്യൻ്റെ വെട്ടം കണ്ട. ഹായ് ഹായ് ഹായ്. കേട്ടില്ല. ഇവിടാക്കി എന്താ എന്റെ ഫേസാണ് കാണട്ടെ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ കപ്പിൾ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവിടെ സ്കൂളിൽ ഫോട്ടോ അടിക്കുന്നുണ്ട്. പിന്നെ അവിടെ വീഡിയോ ഒക്കെ ഉണ്ട്. വെറുത്തിലല്ല പ്രകൃതിയില അങ്ങനെ പുകയെ ഇവിടെ ഫുള്ള് പോകാം. 10 ഇരിക്കുന്നു. ഓക്കെ, സ്കൈ കണ്ടാ എന്നാ രസം. എന്താ ചേട്ടാ പുക അടിച്ചേറിയോ? ഉറക്കത്തിന് എനിക്ക് മോന്തയൊക്കെ എല്ലാം കഴിയോ? ടാൽ ബോയ് ആൻഡ് ഷോർട്ട് ഗേൾ. ഒരാളെ മാത്രമേ കാണാൻ പറ്റൂ, ഒരാളെ കാണാൻ ഒക്കത്തില്ല. അതെന്താ പറയുന്ന, ഒരാളെ കാണാൻ ഒക്കത്തില്ല. പുള്ളി ഇവിടെ എന്തെടുക്കുക? എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തോ പുള്ളി പറയുന്നുണ്ട്. അണ്ണന്റെ നീളം അനുഗ്രഹം. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം കല്യാണത്തിൽ തന്നെ. ഉറങ്ങുമോ ആരും നിൽക്കില്ല. ഉറങ്ങുമോ ആരുമില്ല, ഞങ്ങൾ മാത്രം. എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. എവിടെ ആരെടുത്ത് വയ്ക്കാൻ പോയാ? മലയിടാൻ വേണ്ടി പോവാണ്. മലയെല്ലാം ചെയ്യുക. ഇവിടെ നിന്ന് ഇടുന്നത് പഴല്ലേ? ഇവിടെ തന്നെ മാല ഇടുന്നത്. പെട്ടെന്നൊക്കെ മാറിക്കണം. പ്രശ്നമാവൂടാ, ഇവിടെയോ ടിക്കറ്റ് എടുത്തില്ല. 500 റുപ്പീസ് കെട്ടണ്ടോ? ആയിരുന്നു മൊത്തം. പിള്ളേരെ പിടിച്ചോണ്ട് പിടിച്ച് ഓക്കെ. എന്താ എന്താടാ മുസ്ലിനെ അനാഥയ്ക്ക് നിനക്ക് എനർജി ഇല്ലല്ലോ. ആൾക്കാരൊന്നുമില്ല. അതിനെന്തോ നമ്മള് പോരെ ഇവിടെ. നമ്മള് മാത്രം മതി. അമ്പലത്തിന്റെ വൈബ്. ഇത്ര ആൾക്കാർ, നിനക്ക് ഇത്ര ആൾക്കാർ പോരെ? ഞാൻ ഇന്ന് ഉന്മേഷം പോലെ ദിനാന്റെ ഇന്നത്തെ എന്തോ സംസാരിക്കുന്നുണ്ട്.
നീലടിച്ച് കിടക്കുന്നത്. പിന്നെ മാല ഇട്ടിട്ട് നമ്മള് പോവാണ് ഗായ്സ്. മാല ഇട്ടു നമ്മളവിടെ ഇറങ്ങിയ കാണും. കുറച്ച് കപ്പലെടുക്കണം. കപ്പലെടുത്തിട്ട് നമ്മള് രണ്ടാമത്തെ കല്യാണം അങ്ങനെ ഇവിടെ വെച്ച് മാലയിടാം. അമ്പലം ഫുള്ളും കാണണം. പോയേ നിനക്കും വേണ്ടടാ അതേപോലത്തെ പറഞ്ഞോ. അയ്യോ പൊങ്ങി പോവാം. ആ സൈഡിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലോട്ട് വന്നിരിക്കുവാണ്. ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടുത്തെ പൂവെല്ലാം ഉണ്ട്. ചെറുതായിട്ടുള്ളൂ കേട്ടോ. അല്ല അവിടെ മറ്റേ കടലാസ് ഇച്ചിരി ഉള്ളു. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഗൈസ് ആദ്യമായിട്ട് ഗുരുവായൂർ വന്നിട്ട് മൊത്തം മോശം അവസ്ഥയായിരുന്നു ഗൈസ്. അവന് വയ്യ ഓക്കെ. കുത്തലോ ഗൈസ് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഫോട്ടോഗ്രാഫറിനോട് എന്താ ഇവിടെ വന്നേന്ന് ചോദിച്ച ടീമാണ്. കൈ സപ്പോർട്ട് ചെയ്തല്ലേ നമ്മള്. സെക്യൂരിറ്റി പറയുക ഇവിടെ എടുക്കണമെങ്കിൽ എന്താ പ്രായപൂർത്തിയായെന്ന് അറിയണം. ഞാൻ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പോലും പ്രായപൂർത്തിയായെന്ന് ആധാർ കാർഡ് കാണും. അവസാനം പറഞ്ഞ സുനിൽ 2 നിക്കറിട്ട് അത് ഇച്ചിരി പാടാണ്. ഒന്നാമത് മുണ്ടോടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് മാല ഇടണമെന്നുണ്ടെങ്കിൽ 800 രൂപയുടെ ഫീസ് എടുക്കണം. പിന്നെ ക്യാമറയ്ക്ക് 500 രൂപ സെപ്പറേറ്റ് അടയ്ക്കണം. എല്ലാം ഇമാതിരി പന്നപ്പരുത്തി. പിന്നെ ഒരു 4 എണ്ണത്തിന് തീറ്റി പോറ്റണം. പിന്നെ 4 എണ്ണമുണ്ട്. ഓ അത് കുഞ്ഞല്ല. കുറഞ്ഞത് ഒരു വർഷത്തിലൊരു 30-40 വട്ടമെങ്കിലും ഗുരുവായൂർ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും സ്വന്തം കാര്യത്തിന് വന്നപ്പോൾ ബാഡ് അവസ്ഥയാണ് വന്നത്. അവിടുത്തെ സെക്യൂരിറ്റികളിൽ ബാഡ് അവസ്ഥ സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള തെറിപ്പിക്കണം. ഗുരുവായൂർ ദിവസത്തിലുള്ള സെക്യൂരിറ്റീസ് ഫുൾ ബാഡാണ്. അതാ ഒരു സപ്പോർട്ടും ഇല്ല. ഗവൺമെന്റ് അതിന് ഉള്ള നടപടി എടുക്കണം. ഞാനല്ലേ എനിക്കിതൊന്നും അറിയത്തില്ല. എനിക്ക് ഇതിനകത്തൊരു യാതൊരു പങ്കുമില്ല. ഞാൻ എവിടെ കഞ്ഞിയെ കുടിച്ച് പെരും പയ്യ. തൊപ്പി പറ്റില്ല. അത് ഇല്ല അവരില്ല ഷെഫീർ. ഇത് സംഭവം ലൈവ് വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഇവിടെ. ക്ലിപ്പ് ഉണ്ട്. നിന്നെയൊക്കെ എത്ര രൂപയ്ക്ക് തീറ്റി പോറ്റിടാ ഞാൻ. നീ കാണിക്കേണ്ട. ആ സമയം കൊണ്ട് 5 ആര മേടിച്ചിട്ടിരുന്നെങ്കിൽ. അയ്യോ ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ ഗുരുവായൂർ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ പോവാം. രണ്ടാം കല്യാണം അങ്ങനെ കഴിഞ്ഞിരിക്കുവാണ്. അതെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്കത് സങ്കടം. കണ്ണൊക്കെ നിറഞ്ഞു. അതെ വേറെ ആളുടെ കണ്ണ് നിറഞ്ഞു. കൂട്ടുകാരൻ ചതിച്ചു. ഒരു വട്ടമല്ല 2 വട്ടം കിട്ടിയത്. അതിനുവേണ്ടി ഞാൻ 2 ടിക്കറ്റ് എടുത്ത ഗൾഫിൽ നിന്ന് വന്നത്. 2 കല്യാണത്തിന് പോയി. ഒന്ന് ദുബായിന്ന് ഒന്ന് സൗദിയിൽ 2 ടിക്കറ്റ് എടുത്താൽ ഇതൊരു നഷ്ടം തന്നെ. അടുത്ത ഇവന്റെ കല്യാണത്തിന് അങ്ങനെ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക. ബൈ.